നമസ്കാരം. ഞാൻ ഡോക്ടർ ബാബു മുണ്ടേക്കാട്. ഇവിടെ പൊലിക നാട്ടറിവ് പഠന കേന്ദ്രം എന്ന ഒരു സ്ഥാപനം, അതിൻ്റെ ഡയറക്ടറാണ്. ഫോക്ക്ലോർ പഠനങ്ങളിലും പുസ്തക രചനകളിലും ഞാൻ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം എൻ്റെ സുഹൃത്ത് ശ്രീ മനോജ് മാസ്റ്റർ. അദ്ദേഹം ഇതിൽ വളരെ താല്പര്യമുള്ള ആളാണ്. ഓണത്തെ സംബന്ധിച്ച് അതോടൊപ്പം തന്നെ ഫോക്ക്ലോറിൻ്റെ നാടൻ കലാരൂപങ്ങൾ അല്ലെങ്കിൽ ജനസംസ്കാര പഠനത്തെക്കുറിച്ച് ഞങ്ങൾ ഇവിടെ സംഭാഷണ വിഷയമായി എടുത്തിട്ടുണ്ട്. ഓണത്തെപ്പറ്റി പറയുമ്പോൾ ഞാൻ ആദ്യം ഒരു പാട്ട് പാടി തുടങ്ങാം. പഴയ കാലത്ത്, എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മയിൽ, എൻ്റെ വീട്ടിൽ ഇല്ലത്തൊക്കെ രാവിലെ ഒരു പാണനും പാട്ടിയും വന്ന് തുയിലുണർത്ത് പാട്ട് നടത്തും. പല സ്ഥലങ്ങളിലും ഇപ്പം അതുണ്ട്, ചില സ്ഥലങ്ങളിലൊക്കെ അത് നശിച്ചു പോയിരിക്കുന്നു. ആ പാട്ട് ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. അത് ഞാനൊന്ന് പാടാം. അത്തം തൊട്ട് 7 നാള് നിലമെഴുകി പൂചാർത്തും മക്കളുള്ള കന്യകമാര് മനം കുളിർക്കേ പൂചാർത്തും. മക്കളില്ല കന്യകമാര് മനം നൊന്ത് പൂചാർത്തും. അത്തം തൊട്ട് 7 നാള് നിലമെഴുകി പൂചാർത്തും. അങ്ങോരു നാട്ടിലുണ്ട് മൺകൊണ്ട് ചില മാദേവര്. തെക്കുന്ന് വടക്കോട്ടേക്ക് മാദേവരുടെ വരവുണ്ട്. അത്തം തൊട്ട് 8-ാം ദിവസം പൂരാടം നാളുക്ക് മണ്ണാലേ പിടിപിടിച്ച് നടുമുറ്റത്ത് പൂചാർത്തും. അരിച്ചാന്ത് അരച്ചിട്ടത് നല്ല താലത്തിൽ വാങ്ങുന്നു. തഞ്ചത്തിൽ നിന്നിട്ടതാ ചതുരമായണിയുന്നു. പീഡക്കെട്ട് അണിയുന്നത് മാദേവർക്കലങ്കാരം. ഇത് പഴയ കാലത്ത് തുയിലുണർത്ത് പാട്ട് എന്നാണ് പറയുക. അവരുടെ വിശ്വാസപ്രകാരം, പാണ സമുദായക്കാരാണ് ഇത് വരിക. അവരുടെ വിശ്വാസപ്രകാരം ശിവൻ കാളകൂടം പാനം ചെയ്ത് ബോധരഹിതനായപ്പോൾ അദ്ദേഹത്തെ, ആ ഈശ്വരനെ, അദ്ദേഹത്തിൻ്റെ ബോധക്കേടിൽ നിന്ന് ആ ബോധ രൂപത്തിലേക്ക് ഉയർത്താൻ ഈ പാണനാരു പാട്ടുപാടിയതാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ വിശ്വാസം ഇപ്പോഴും ആ സമുദായക്കാർ തുടർന്നു വരുന്നു. എല്ലാ വീടുകളിലും ചെന്ന് നമ്മുടെ മനസ്സിൽ ഊർജം നിറയ്ക്കാനും ഉണർത്താനും വേണ്ടി തിരുവോണ ദിവസം അതിരാവിലെ വന്ന് പാടുന്ന പാട്ടാണിത്. ഇവിടെയൊക്കെ അത്തരം കുടുംബങ്ങൾ ഉണ്ട്. വളരെയേറെ സംസ്കാര വിശേഷങ്ങളുള്ള സമൂഹങ്ങളാണ് ഇവരൊക്കെയുള്ളത്. ഇനി മാഷ് വളരെ പരമ്പരാഗതമായിട്ട് ഓണത്തെക്കുറിച്ച് നമ്മുടെ നാടുകളിലൊക്കെ തുയിലുണർത്തും, ഒരുപക്ഷെ തുണത്തുണർവ് നാടിനെ തന്നെ ഉണർത്തിക്കൊണ്ടുള്ള പാട്ടാണെന്ന് പറയാം. മഴക്കാലമാകുമ്പോൾ നമുക്കൊക്കെ ഓർമ്മയിൽ പിന്നെ ഓണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് വരുന്ന ഒരുപാട് പാട്ടുകളുണ്ട്. വാ പൂവേ വാ പൂവേ വാ തുമ്പപ്പൂവേ വന്നേ പോയോണം പൊന്നോണം
അത്തം പിറന്ന് 10-ാം ദിനമോണം, അന്നല്ലേ നമ്മുടെ നെഞ്ചിൽ പൊന്നോണം. ഇത് സത്യത്തിൽ ട്രഡീഷണൽ ആയ ഒരു പാട്ടൊന്നും അല്ല എന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഓണത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ സാധാരണ എൻ്റെ മനസ്സിലേക്ക് എപ്പോഴും ഓടിയെന്നൊരു പാട്ടാണ്. കാരണം നമ്മുടെ നെഞ്ചിലേക്ക് പൊന്നോണം വരുന്നു എന്നുള്ളതാണ്. നെഞ്ചിലേക്ക് പൊന്നോണം വരിക എന്നുള്ളൊരു വലിയ ഭാവനയാണല്ലോ. അത് ബാഹ്യമായൊരു പ്രകടനമല്ല, അതിനപ്പുറത്തേക്ക് നമ്മളെ ഉള്ളിലേക്ക് ആവാഹിച്ച ഒന്നാണ് എന്നും ശരിക്കും പറഞ്ഞാൽ മലയാളിയുടെ ഒരു സ്വകാര്യ അഹങ്കാരം എന്ന് തന്നെ പറയാം. സ്വകാര്യ അഭിമാനം മാത്രമല്ല, ഒരു അഹങ്കാരം. അതിന്റെ പിന്നിലുള്ള ഒരു മിത്തോ യാഥാർത്ഥ്യമോ എന്തോ ആവട്ടെ, അതൊക്കെ നമുക്ക് കാലത്തിന് വിട്ടുകൊടുക്കേണ്ടതും അതേക്കുറിച്ച് പഠനം നടത്തുന്നവർ പറയേണ്ടതാണ്. ഇതിന്റെ ഒരു ഫോക്ക് ബേസ് സത്യത്തിൽ ഓണത്തിനുണ്ടല്ലോ അല്ലെ? ഫോക്കിന്റെ ഒരു ബേസ് ഞാനൊന്ന് വിശദീകരിക്കാം. ഏതൊരു സമൂഹത്തിനും ധാരാളം കഥകൾ അവർ വിശ്വസിച്ച് പോരുന്നുണ്ട്. പരമ്പരയായിട്ട് ആ സമൂഹത്തിൻ്റെ വിശ്വാസങ്ങൾക്കനുസരിച്ച് പല കഥകളും. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കുറേ സമൂഹങ്ങളുണ്ട്. ഈ സമൂഹങ്ങളിലൊക്കെ ഓണത്തിൻ്റെ കഥകളുണ്ട്. ഓണത്തെ പറ്റിയിട്ട് പുരാണങ്ങളിലുള്ള കഥ എന്ന് പറയുന്നത് വാമന പുരാണത്തിലൊക്കെയാണ് വാമനൻ്റെ ഉൽപ്പത്തിയും അതുപോലെ മഹാബലിയെ പാതാളത്തിലേക്ക് അയച്ചതും. അത് ചിലത് ചവിട്ടിത്താഴ്ത്തി എന്ന് പറയുന്നുണ്ട്, ചിലത് അദ്ദേഹത്തെ ആദരിച്ച് പാതാളമല്ല സുതലം, അത് പറയുന്നത് സ്വർഗാദപിഗരീയസി, സ്വർഗത്തെ അതിശയിപ്പിക്കുന്ന അതിമനോഹരമായ ഒരു സ്ഥലത്ത് അദ്ദേഹത്തെ കൊണ്ട് കൊട്ടാരത്തിൽ താമസിപ്പിച്ച്. കാരണം ബലി വളരെ വലിയ ഭക്തനായിരുന്നു എന്നാണ്. ആ കൊട്ടാരത്തിൻ്റെ മുന്നിൽ മഹാവിഷ്ണു കാവൽ നിൽക്കുന്നു. അടുത്ത ഇന്ദ്രപദവി ബലിക്കാണ് എന്നും പറയുന്ന ഒരു കഥയാണ് ചില പുരാണങ്ങളിൽ കാണുന്നത്. പിന്നെ ഇതിൽ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകത, ഇങ്ങനെ കേട്ടറിഞ്ഞ കഥകളിൽ അപനിർമ്മാണം നടത്തും. അതായത് ചെറിയ മാറ്റങ്ങൾ വരുത്തി തങ്ങൾക്ക് അനുകൂലമായ ചില കാര്യങ്ങൾ അതിൽ ഉണ്ടാക്കും. അതിലിപ്പോൾ പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു നല്ല രാജാവ് ഉണ്ടാകാൻ ഏതൊരു സമൂഹത്തിനും ആഗ്രഹമുണ്ട്. അത് ഒരഭിമാനമായി മാഷ് പറഞ്ഞ പോലെ ഒരഭിമാനമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു രാജാവ് ഉണ്ടായിരുന്നു, അതൊരു വലിയ അഭിമാനമാണ്. അതോ മാവേലി നാടുവാണിയിടും കാലം മാനുഷരെല്ലാവരും ഒന്നുപോലെ, ആ വരികളിലൊക്കെ നമ്മുടെ ആ ഭരണത്തിലേക്ക് എത്തുന്നുണ്ട്. എന്തായാലും ഇങ്ങനെയുള്ള പുരാണ കഥകളിലെ ചില കൂട്ടിച്ചേർക്കലുകൾ വന്നപ്പോഴാവാം മഹാബലി വർഷത്തിലൊരിക്കൽ നാട് കാണാൻ വരുന്നു എന്നും അദ്ദേഹത്തെ സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങിയിരിക്കുന്നു. ഇത് പല മേഖലകളിലും പറയുന്നുണ്ട്. കേരളം ഒട്ടാകെയുണ്ട്. ചിലത് കാർഷിക സംസ്കാരത്തിൻ്റെ ഭാഗമായി പറയുന്നുണ്ട്, ചിലത് ഓണത്തിൻ്റെ ഭാഗമായി. ഓണത്തിൽ തന്നെ കുറേ ഭാഗങ്ങളിൽ വ്യത്യസ്ത തരം ആഘോഷങ്ങളുണ്ട്. എന്തായാലും ഇത് ഓരോ വിഭാഗങ്ങളും വലിയ ആഘോഷമായി മാഷ് പറഞ്ഞ പോലെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് മലയാളിക്ക് ഈ ഓണം. അതെ, വലിയൊരു സാംസ്കാരിക അടിത്തറ. അത് പിന്നെ പാട്ടുകളുണ്ട്, കളികളുണ്ട്, വേഷഭൂഷാദികളുണ്ട്. ഒരുപക്ഷെ നമ്മുടെ കേരളം സർവാലങ്കാര വിഭൂഷിതമാകുന്ന ഒരു ഘട്ടമാണ്. അതിന്റെ ഒരു ഫോക്ക് ബേസ് എന്നത് മാഷ് ഫോക്ക്ലോറിലാണ് മാഷ് ഡോക്ടറേറ്റ് എന്നുള്ളത് അറിയാം. ഈ ഫോക്ക്ലോർ മേഖല എനിക്ക് തോന്നുന്നത് ഓണത്തിന്റെ ഒരു സമയത്ത് നമുക്ക് ഇരുന്ന് സംസാരിക്കാൻ പറ്റിയ ഒരു വിഷയം ഫോക്ക്ലോറാണ് തോന്നുന്നു. ഫോക്ക്ലോർ ഇത് മാഷ് ഈ മേഖലയ്ക്ക് വന്നത്, അതുപോലെ ഈ താല്പര്യം ജനിച്ചതും ഏത് മേഖലയിലായിരുന്നു കൂടുതൽ കാര്യങ്ങൾ ചെയ്തതൊന്ന് സൂചിപ്പിക്കട്ടെ. പറയാം. ഞാൻ അധ്യാപകനായിരുന്നു. അധ്യാപകനാവുന്ന സമയത്ത് ഈ കളമെഴുത്ത് എന്നൊരു അനുഷ്ഠാനമുണ്ട്. ഇല്ലങ്ങളിൽ, നമ്പൂതിരി ഇല്ലങ്ങളിൽ, അമ്പലങ്ങളിൽ, രാജകൊട്ടാരങ്ങളിലെ ഒക്കെ ദേവതകളുടെ ചിത്രം പൊടികൊണ്ട് വരച്ച് അതിനെ ആരാധിക്കുന്ന ഒരു അനുഷ്ഠാനമാണ് കളമെഴുത്തുപാട്ട്. നമ്മുടെ ഈ മലബാറിലെ ഭാഗത്തൊക്കെ ഇത് നടത്തിയിരുന്നത് കല്ലാറ്റക്കുറുപ്പന്മാർ എന്ന ഒരു വിഭാഗമാണ്. അപ്പോൾ ഇത് അതിശയത്തോടെ ഞാൻ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കൽ അറിയാതെ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരാഗ്രഹമാണ് ഇതിനെപ്പറ്റി കൂടുതൽ പഠനം നടത്തുകയും അതോടൊപ്പം ഇത് മറ്റുള്ളവരെ അറിയിക്കേണ്ട ഒന്നാണ് എന്നെനിക്ക് തോന്നിയതിൻ്റെ പേരിലാണ് കോഴിക്കോട് സർവകലാശാലയിൽ
ഇത് ഒരു മുഖ്യ വിഷയമായി ഞാൻ എടുത്തത്. അത് 95 എനിക്ക് ഈ വിഷയത്തിൽ PhD കിട്ടി. ഈ PhD കിട്ടിയപ്പോൾ ഇത് ഫോക്ലോർ എന്ന വിഭാഗത്തിൽപ്പെട്ടതാണ് എന്ന് ഞാൻ അറിഞ്ഞപ്പോൾ അത് വളരെ വിശാലമായ ഒരു വിജ്ഞാന ശാഖയാണ്. അതിൽ തന്നെ കൂടുതൽ അറിയാൻ നമുക്ക് ആഗ്രഹം തോന്നി. അപ്പോൾ പല പല മേഖലകളിലും ഇപ്പോൾ നമ്മൾ പറഞ്ഞ ആ കഥയെ പറ്റിയിട്ട് പറയുവാണെങ്കിൽ സമൂഹത്തിൽ 2 തരം കഥകൾ വരാറുണ്ട്. ഒന്ന് അനുഷ്ഠാനം, റിച്വൽസ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. പിന്നെ അതുപോലെ തന്നെ അനുഷ്ഠാന കലകൾ വരുന്നുണ്ട്. അതെ അതെ. പിന്നെ വേറെങ്കിൽ ഐതിഹ്യങ്ങളുടെ കഥകളുണ്ട്. ഈ കഥകളിൽ പ്രധാനമായി നമ്മൾ അതിനെ ഒന്ന് അപഗ്രഥിച്ച് നോക്കുമ്പോൾ ആ കഥകളിലൊക്കെ ഒരു സന്ദേശം ഉണ്ടാവും. അത് ഒളിഞ്ഞിരിക്കാവും. ഇപ്പം മഹാബലിയുടെ കഥ പറയുമ്പോൾ ഇതിൻ്റെ സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ഒരു നല്ല രാജാവ് നമ്മുടെ ഭരണാധികാരി ആകണം എന്ന ആഗ്രഹം ആണ് യഥാർത്ഥത്തിൽ ആ കഥയെ നമ്മളുടെ പ്രിയങ്കരമാക്കി മാറ്റിയത്. അതുമാത്രമല്ല, അദ്ദേഹം പ്രജകളോടുള്ള സ്നേഹമുള്ള ഒരാളായിരുന്നു എന്നറിയാനാണ് വർഷത്തിലൊരിക്കൽ വരുന്നു എന്ന കൂട്ടിച്ചേർക്കൽ ഉണ്ടായത്. ഇപ്പോൾ ഇതിനെ നമ്മൾ അപഗ്രഥിക്കുമ്പോൾ അത് ചിലപ്പോൾ ദൈവികമായ കഥകളാകാം, അതുപോലെ തന്നെ ഐതിഹ്യങ്ങൾ ഉണ്ടാവാം. ഐതിഹ്യത്തിൽ സംഭവിച്ചത്, അതായത് ചരിത്ര ഇതാവാം. ചിലത് ചരിത്രം ഉണ്ടാവില്ല കേട്ടോ. അപ്പം ഇതിനൊന്നും ചരിത്രരേഖകളോ ഒന്നുമില്ല. എന്തായാലും നമ്മൾ ഈ കഥകളിൽ ഫോക്ലോറിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ കഥകളിലൂടെ അതിൻ്റെ സന്ദേശം എന്തെന്ന് അറിയുക, ഒളിഞ്ഞിരിക്കുന്ന സന്ദേശങ്ങൾ. ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒരു സമൂഹത്തിൻ്റെ ആഗ്രഹമാണ് നല്ലൊരു ഭരണാധികാരി ഉണ്ടാവുന്നത് എന്ന് പറയുന്നത്. അതുണ്ടാവുമ്പോഴേ നമ്മുടെ സമൂഹം വികസിക്കൂ എന്ന ഒരു കൂട്ടം ആളുകൾ ചിന്തിക്കുന്നത്. പിന്നെ ഇതിനോടുള്ള പലപ്പോഴും ഈ ഭരണത്തോടുള്ള ഞാൻ രാഷ്ട്രീയം പറയല്ല കേട്ടോ, ഏത് ഭരണാധികാരികൾ വരുമ്പോഴും അതിൽ ശരിയല്ലാത്തതുണ്ടാവുമ്പോൾ പരശുരാമൻ 21 പ്രാവശ്യം രാജാക്കന്മാരെ നശിപ്പിച്ചു എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് ഈ ഭരണാധികാരി ഉണ്ടാവണം എന്ന ആഗ്രഹമാണ് സന്ദേശം വരുന്നത്. ഇതിൽ നമുക്ക് ചെയ്യാനുള്ള കാര്യം, ചിലപ്പോൾ ഇത്തരം സന്ദേശങ്ങളോട് ഒരു സമൂഹം എതിർപ്പും പ്രകടിപ്പിക്കും. ഈ എതിർപ്പ് പ്രകടിപ്പിക്കുമ്പോൾ അവർ പലതരത്തിലാണ് അതിനെ പ്രതികരിക്കുക. അവരുടെ വാക്കുകളിലൂടെ ഉണ്ടാവാം, ചിത്രങ്ങളിലൂടെ ഉണ്ടാകാം. ഇപ്പം അടുത്ത കാലത്ത് ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. ഈ മഹാബലിയുടെ ചിത്രത്തിൽ മാഷ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പോൾ മഹാബലിയെ കണ്ടാൽ കുടവയറും കൊമ്പമീശയും ഒരു കോമാളിയായ രാജാവാണ്. അത് ഈ ഭരണത്തോടെ വെറുപ്പ് വരുത്തുന്ന ഒരു മനസ്സിങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്ന സമൂഹത്തിൽ നിന്നായിരിക്കാം ആ ഒരു അപനിർമ്മാണം ഉണ്ടായത്. അദ്ദേഹം അതിസുന്ദരനായിരുന്നു എന്നാണ് പുരാണത്തിൽ. ഒരിക്കലും അങ്ങനെയല്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ നമ്മൾ ഒരു കഥയിലോ ഒരു സമൂഹത്തിൻ്റെ വിശ്വാസങ്ങളിലേക്കൊക്കെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുക എന്നതാണ് ഫോക്ലോറിൻ്റെ പ്രധാന ലക്ഷ്യം. ഇവിടെ തന്നെ മാഷ് പറയുമ്പോൾ മാവേലിയുടെ ഒരു രൂപഭേദത്തെ കുറിച്ച് പറഞ്ഞല്ലോ. ശരിക്കും പറഞ്ഞാൽ ഓരോരുത്തരുടെ ഉള്ളിലും, ഓരോ മലയാളിയുടെ ഉള്ളിലും ഓരോ മാവേലി ഉണ്ടെന്നുള്ളതാണ്. അത് അവരുടെ ഒരു പേഴ്സ്പെക്റ്റീവില് ആ മാവേലി അവർ പ്രതീക്ഷിച്ചില്ല. അതിൽ കൂടി ഭാഗമായിരിക്കാം. നമ്മൾ വീണ്ടും ഈ ഫോക്ലോറിലേക്ക് വരികയാണെങ്കിൽ, ഫോക്ക് എന്ന് ഇപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരിടത്ത് വായിച്ചത്, ഫോക്ക് എന്നാൽ ജനം എന്നൊരു ജനം, ലോർ എന്ന് പറഞ്ഞാൽ വിജ്ഞാനം. അപ്പോൾ അത് ഒരു പ്രദേശത്ത്, പ്രത്യേക പ്രദേശത്തെ ജനം എന്ന് പറയുന്നത് തന്നെ ഈ ഫോക്ലോറിന്റെ ഒരിടത്ത് വായിക്കാൻ കഴിഞ്ഞത് ഒരു കൂട്ടം പ്രവൃത്തികൾ ഒരുപോലെ ചെയ്യുന്ന, അത് ചിലപ്പോ അവരുടെ കുലത്തൊഴിലുകളാവാം, അതുമല്ലെങ്കിൽ കലാപരമായ അവരുടെ പ്രകടനങ്ങളോ പ്രവർത്തനങ്ങളോ ആവാം. ഇത് ഒരു കൂട്ടം പ്രവർത്തനങ്ങൾ ഒരുപോലെ ചെയ്യുന്ന ജനം, അതാണ് ജനം. അല്ലാതെ ഇപ്പോ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ അല്ലെ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾ എന്നുള്ള ഒരു വിശാലമായ അർത്ഥത്തിലല്ല. ഫോക്ലോറിന്റെ പരിധിയിൽ വരുന്ന ജനം എന്ന് പറയുന്നത് ഇങ്ങനെ സവിശേഷമായ ഒരു സ്വഭാവമുള്ളത്. അങ്ങനെ വന്നാൽ
ഫോക്കിന്റെ ഒരു വലിയ പാരമ്പര്യം നമുക്കുണ്ട്. ഒരു ഒട്ടനവധി മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. യാതൊരു സംശയമില്ല. അത് എങ്ങനെയാണ് മാഷ് ഈ പഠനത്തിനിടയ്ക്ക് മാഷ് ഫോക്ലോർ എന്ന വാക്ക് കുറച്ചുകൂടി നമുക്ക് അതിന്റെ അർത്ഥ വിശദീകരണം നടത്തണം. ഇത് 1846 സർ വില്യം ജോൺസ് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷുകാരനാണ് അധീനിയം എന്ന് പറയുന്ന മാസികയില് ഈ വാക്ക് ആദ്യം കത്തയച്ച് അതിൽ ഈ വാക്ക് ഉപയോഗിച്ചു. അദ്ദേഹം ഉപയോഗിച്ച പദം ഇതാണ്, ഫോക്ക്ലോർ. ഇനി രണ്ടിനെയും നമുക്കൊന്ന് വിഭജിച്ചാൽ ഫോക്ക് എന്ന് പറയുന്നത് മാഷ് പറഞ്ഞ പോലെ ഒരു ആൾക്കൂട്ടം തന്നെയാണ്. പക്ഷേ ആൾക്കൂട്ടത്തിൽ അത് ഒതുങ്ങി നിൽക്കുന്നില്ല. ബസ്സിലൊക്കെ കയറുമ്പോൾ ഒരു ചന്തയിലെ ആൾക്കൂട്ടം ഉണ്ടാവും, ചന്തയിലുള്ള ആൾക്കൂട്ടത്തിനെ ഇവിടെ ഫോക്ക് എന്ന് പറയില്ല. അതെന്താണെന്ന് വെച്ചാല് ഫോക്ക് എന്നതിന്റെ ശരിയായ അർത്ഥം നമ്മൾ കാണുന്നത് പ്രത്യേകമായ സാംസ്കാരിക വിശേഷങ്ങൾ പങ്കുവെക്കുന്ന ഒരു സമൂഹം. അത് ജനനം തൊട്ട് മരണം വരെ അവരിലുള്ള സാംസ്കാരിക വിശേഷങ്ങൾ പങ്കുവെക്കുന്ന ഒരു സമൂഹത്തെയാണ് ഫോക്ക് എന്ന് പറയുന്നത്. ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അനേകം ഫോക്കുകളുണ്ട്. അതിനൊരു പ്രധാന കാരണം എനിക്ക് മനസ്സിലായത്, ഇവിടെ കുറേ ജാതി സമൂഹങ്ങൾ ഉണ്ട്. ഈ ജാതി സമൂഹങ്ങൾക്കൊക്കെ തന്നെ പരമ്പരയായി അവരനുവർത്തിച്ചു പോകുന്ന ജീവിത രീതികൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, വിശ്വാസങ്ങൾ ഇതൊക്കെ വരുന്നുണ്ട്. ഒരു കാലത്ത് വേഷവിധാനം, കൃഷി, എല്ലാതും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏതിനെയൊക്കെ ബന്ധപ്പെടുത്തുന്നു അതിനെയൊക്കെ ബന്ധപ്പെടുത്താൻ അതിന്റെ പുറത്തൊന്നുമില്ല, ഫോക്കിന്റെ പുറത്തൊന്നുമില്ല. അതിനെ കുറിച്ചുള്ള പഠനമാണ് ലോർ. ആ വിജ്ഞാനത്തെ കുറിച്ച്, ഫോക്കിനെ കുറിച്ചുള്ള പഠനമാണ് ഫോക്ക് ലോർ എന്ന വാക്കില് ഉപയോഗിക്കുന്നത്. പണ്ട് കാലത്ത് ഈ ഫോക്ക്ലോർ എന്ന പദം ഉണ്ടാകുന്നതിന് മുമ്പ് ഇതിനു വേണ്ടി വിശേഷിപ്പിച്ചിരുന്ന മറ്റൊരു വാക്കാണ് പോപ്പുലർ ആന്റിക്വിറ്റീസ്. ആന്റിക്വിറ്റീസ് എന്ന് പറഞ്ഞാൽ പുരാവസ്തുക്കള്. അപ്പൊ പുരാവസ്തുക്കള് നമ്മളുടെ പാരമ്പര്യത്തിന്റെ ഒരു ഇതാണ്. ചില തറവാടുകളിലൊക്കെ എൻ്റെ മുത്തച്ഛന്റെ കാലത്തുള്ള സാധനമാണ് എന്ന അഭിമാനത്തോടെ സൂക്ഷിക്കുന്ന പുരാവസ്തുക്കളുണ്ട്. ഈ പുരാവസ്തു നമ്മിലൊരു അഭിമാനം ഉണ്ടാക്കുന്നതാണ്. ഞാൻ എത്ര ഉയരത്തിൽ പരമ്പരയായി എന്ന ഒരു കുടുംബത്തിലാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ സമൂഹം ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതാണ്. അതാണ് പോപ്പുലർ ആന്റിക്വിറ്റീസ്. കേട്ടുള്ള ഒരു കാര്യം, പുരാവസ്തു വിജ്ഞാനത്തില് ആദ്യം അവർ ചെയ്തിരുന്ന പുരാവസ്തുക്കളുടെ ശേഖരണം മാത്രം. അതിനെക്കുറിച്ച് മറ്റ് ഒരു ദത്തവിശകലനമോ അതേക്കുറിച്ച് അതിന്റെ ഒരു പാരമ്പര്യത്തെ കുറിച്ചുള്ള പഠനമോ ഒന്നും നടത്താതെ ഇത് ശേഖരിച്ചു വെക്കുക എന്നുള്ള ഒറ്റ സംഗതി മാത്രമേ എന്റെ പരിധി ഉണ്ടായിരുന്നു. അതെ, അത് മാഷ് പറഞ്ഞു വളരെ ശരിയാണ്. അതായത് ഈ ശേഖരണമാണ് ആദ്യഘട്ടം ഉണ്ടായത്. അത് കഴിഞ്ഞിട്ടാണ് ഇതെങ്ങനെയാണ് വന്നത്, ഇതിനെ കുറിച്ചുള്ള സമഗ്രമായ ഒരു പഠനം പിന്നീടാണ് വന്നിരിക്കുന്നത്. അത് പല ആളുകളും, ഈ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാര് അല്ലെങ്കിൽ ശാസ്ത്രകാരന്മാര് ഇത് പഠനങ്ങൾ നടത്തി അപഗ്രഥിച്ച് ചെയ്തിട്ടുണ്ട്. ഒരു പഠനത്തിന്റെ ഘട്ടത്തിലേക്ക് അത് മാറി. അതുമാത്രമല്ല, ഇപ്പോൾ നമ്മൾ ഫോക്ക്ലോർ എന്ന പദത്തെക്കാൾ ഏറെ ഉപയോഗിക്കുന്നത് ജനസംസ്കാര പഠനം എന്നാണ്. അപ്പൊ നമ്മുടെ സംസ്കാരത്തെ കുറിച്ചുള്ള ജനവിജ്ഞാനം എന്ന് പറയുന്നുണ്ട്, പഠനമാണ് ഇതിലുള്ളത്. അപ്പൊ നമ്മുടെ സംസ്കാരം എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും, ഒരു ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യവും സംസ്കാരത്തിന്റെ, അതിൽ ഭാഷ വരാം, ജീവിത രീതി വരാം, ഭക്ഷണം വരാം, ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഉപയോഗിക്കുന്ന ആ ഫോക്കിനെ പറ്റി ആചാരങ്ങള്, കടങ്കഥകള്, പഴഞ്ചൊല്ലുകള്, പാട്ടുകള്, നാടൻകലകള് വളരെ സമൃദ്ധമാണ്. വളരെ സമൃദ്ധമാണ്. വേഷവിധാനങ്ങളടക്കം നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെ ഈ കഥകളിലൊക്കെ ഉന്നത പുരാവൃത്തങ്ങൾ ഉണ്ടാവും. അതൊക്കെ ദൈവീകമായ ഇതാണ്. ഇപ്പൊ വാമനാവതാരമൊക്കെ ദൈവീകമായ ഒന്നാണ്. പിന്നെ ഇതില് താഴ്ന്ന പുരാവൃത്തങ്ങളുണ്ട്, ലോവർ. അതിലാണ് ഈ തെയ്യങ്ങളൊക്കെ വരുന്നത്. അത് അവതാരമല്ല, മറിച്ച് സമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്നതാണ്. അതിലൊരു വാക്ക് പണ്ട് സുകുമാർ അഴീക്കോട് ഉപയോഗിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ജനകല എന്ന് പറയാൻ പറ്റുമോ? അല്ല, ജനകല എന്ന് തന്നെ പറയല്ല, അതല്ല അദ്ദേഹം ഉപയോഗിച്ചത്. അവതാരം എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് വന്ന് താഴെ വന്ന് ഉള്ള, ഇപ്പൊ രാമനെയും കൃഷ്ണനെയും ഒക്കെ അവതാരങ്ങളായിട്ടാണല്ലോ നമ്മൾ കാണുന്നത്. തെയ്യത്തിന്റെ കഥകളിൽ അവരുടെ പിന്നിലൊരു വലിയ
കഥയുണ്ട്. അത് മറ്റാരാലോ പ്രതിഷ്ഠിക്കപ്പെട്ടതാണ് ദൈവം. അതെ അതെ, ഇത് ജനങ്ങൾക്കിടയിൽ നിന്ന് ഉയർന്നു വന്നതാണ്. അവരെ ആദരിക്കുന്നു, ആരാധിക്കുന്നു. അത് സുകുമാർ അഴീക്കോട് പറഞ്ഞ വാക്ക് ഉത്താരം എന്നാണ്. എനിക്കത് വളരെ കൗതുകരമായി തോന്നി. അവതാരം മുകളിൽ നിന്ന് താഴോട്ട്, ഉത്താരം എന്ന് പറഞ്ഞാൽ പൊതുവിൽ നിന്ന് ഉയർന്നത്, സമൂഹത്തിൽ നിന്ന് ഉയർന്നത്. കുറെ കഴിഞ്ഞാൽ അത് വരും. ഇപ്പൊ ശ്രീനാരായണ ഗുരുവിനെ പോലെ ഉള്ള ആളുകളുടെ ക്ഷേത്രങ്ങൾ വരെ ഇന്ന് പതുക്കെ പതുക്കെ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തെ ആദരിക്കണം. വിശ്വാസത്തിന്റെ ഒരു വലിയ ഇതാണ് അതൊക്കെ. അപ്പൊ സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്ന ആളുകളെ ആദരിക്കുന്ന, അതിനെ ഈശ്വരാംശത്തിലേക്ക് എത്തിക്കുന്ന ഒരു സ്വഭാവം ഇതിലുണ്ട്. അതാണ് ഈ തെയ്യങ്ങളെ പറ്റിയിട്ടുള്ള പഠനം. തെയ്യങ്ങളെ പറ്റിയിട്ട് ഏറ്റവും നല്ല പഠനം നടത്തിയത് കരിപ്പത്തിന്റെ പുസ്തകത്തിൽ തെയ്യപ്രപഞ്ചം എന്ന് പറയുന്ന ഓരോന്നിന്റെ പിന്നിലുള്ള കഥകൾ. അത് വളരെ വിശാലമായ സബ്ജക്റ്റാണ്. അത് അത്ഭുതം തോന്നും നമുക്ക്. അത്ഭുതകരമായ പ്രവൃത്തികൾ ചെയ്യുന്നവരാണ്. ആ വിശ്വാസം വരുത്തുന്നതിന് വേണ്ടിയാണ് അവര് ഈ അഗ്നിയിൽ ചാടുന്നതും അഗ്നിയെടുത്ത് അതിന്റെ അബോധപൂർവമായ കഴിവുകൾ ആ ഈശ്വര ഇതിലുണ്ട്. വെളിച്ചപ്പാടന്മാരെ പോലെ തന്നെ തലയിൽ വെട്ടിതാക്കുമ്പോൾ അവർക്ക് നമ്മുടെ ഈ സാധാരണയിൽ കവിഞ്ഞ ഒരു ഇത് കിട്ടുന്നു എന്നുള്ള. അപ്പൊ അതൊക്കെ ഫോക്കലോറിൽ വരുന്നത് തന്നെയാണ് മാഷ് പറഞ്ഞ പോലെ. മാഷ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രത്യേക വിഭാഗങ്ങളുടെ ഏറ്റവും കൂടുതൽ നാടൻ അല്ലെ ഫോക്ക് എന്ന് കേൾക്കുന്ന സമയത്ത് ഒരു സാധാരണ മനുഷ്യന്റെ ഉള്ളിലേക്ക് ഏറ്റവും പെട്ടെന്ന് ഒരു പാട്ടുകളായിരിക്കും അല്ലേ? യാതൊരു സംശയമില്ല. ഇപ്പൊ നമ്മള് സാറിന് കുട്ടികളോട് സംസാരിക്കുമ്പോൾ പറയാറുള്ളൊരു കാര്യം, നമ്മള് തില്ലേലേലേലേലോ പുള്ളേറങ്കുമാ, തിലലേലേലേലേലോ പുള്ളേറങ്കുമാ, തില്ലേലേലേലേലോ പുള്ളേറങ്ങു. അത് പല രീതിയിലുണ്ട്. അപ്പൊ ഈ പാട്ട് കേട്ട് കുട്ടികളോട് നമ്മൾ പറയുമ്പോൾ ആ രീതിയിലാണ് പറയാം. അപ്പൊ ഈ പാട്ട് കേട്ട് ഇത് എവിടെ നിന്ന് പ്രവഹിക്കുന്നു എന്ന് അറിയാൻ വേണ്ടി അങ്ങനെ സഞ്ചരിച്ചാൽ നമ്മൾ എത്തിപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്. അത് അട്ടപ്പാടിയിലാണ് എത്തിച്ചേരുക. അതെ, ആദിവാസികളുടെ നിന്നാണ് അതിന്റെ അടിസ്ഥാനം വരുന്നത്. അതെ. അപ്പൊ അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഫോക്ക് ജനം ഒരു പ്രത്യേക പ്രവൃത്തികൾ അല്ലെങ്കിൽ കല കൈവശം വെച്ചിരിക്കുന്ന ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നമുക്ക് അവിടെ കാണാം. മറ്റു ചില പാട്ടുകൾക്ക് ഇപ്പോൾ നമ്മള് ലേലില്ലേ മാലില്ലേ ഓലില്ലേലേ ആ ലേലില്ലേ മാലില്ലേ ഓലില്ലേലേ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ സഞ്ചരിച്ച് കേരളത്തിന്റെ എവിടെ നിന്നുള്ളവരാണ് ഒരു പക്ഷെ വള്ളുവനാടൻ പ്രദേശത്തേക്ക് എത്തിച്ചത്. അപ്പൊ ഒരു പ്രദേശത്തിന്റെ പ്രത്യേക. പക്ഷെ വന്നപ്പോ പുതിയ കാലത്ത് എനിക്ക് തോന്നുന്നത് ഇത് ഈ അതിർവരമ്പുകളൊക്കെ ഭേദിച്ച് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ദോഷമാണെന്ന് വെച്ചാൽ അങ്ങനെ പറയാൻ നമുക്ക് കഴിയില്ല. അപ്പൊ നമ്മളൊരു എല്ലാം മാറുന്നു എന്നുള്ളൊരു മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറ്റം തീർച്ചയായിട്ടും ഈ നാടൻ കലാരംഗത്തും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ശാസ്ത്രത്തിന്റെ സാധ്യതകൾ ഉപയോഗിക്കുന്നുണ്ട്. വാദ്യോപകരണങ്ങൾ, ട്രഡീഷണൽ ആയിട്ടുള്ള ഉപകരണങ്ങളെ പറ്റുമെന്ന് പറയുന്നിടത്ത് വാദ്യോപകരണങ്ങൾ അപ്പൊ മാഷുടെ ഒരു കാഴ്ചപ്പാട് പാട്ടുകളെ പറ്റി പറയുമ്പോഴേ ഇപ്പൊ മാഷ് പറഞ്ഞ പോലെ തന്നെ ഒരു സമൂഹത്തിന്റെ പാട്ടാണ് നമ്മള് നാടൻ പാട്ട്. ഈ ഫോക്ക് സോങ്സ് എന്ന് നമ്മൾ സാധാരണ പറയും. അതില് ആ സമൂഹത്തിന്റെ പ്രതീക്ഷകളുണ്ടാവും, അതുപോലെ അവരുടെ സ്വപ്നങ്ങള് ദുഃഖങ്ങളൊക്കെ ആ പാട്ടിലുണ്ടാവും. അത് അവര് ഒരു പൊതുസമൂഹത്തിന്റെ പാട്ടാണ്, ഒരു വ്യക്തി മാത്രമായിട്ടല്ല. അല്ലെങ്കിൽ വ്യക്തി ചിലപ്പോൾ എഴുതിയതാവാം, അത് ആ സമൂഹം സ്വീകരിക്കുന്നതാവാം. ഇവിടെ പൊതുസമൂഹത്തിലെ ഒരു അല്ലെങ്കിൽ സാധാരണ നാട്ടുകാർക്ക് വേണ്ടി ഒന്ന് ചോദിച്ചോട്ടെ, എഴുതിയതെന്ന് മാഷ് പറഞ്ഞപ്പോഴാണ് യഥാർത്ഥത്തിൽ നാടൻ പാട്ടുകൾ എന്ന് പറയുന്നത് വാമൊഴിയാണ്. ഞാനത് തെറ്റി പറഞ്ഞതാണ്. വരമൊഴി വരില്ല അതില്. അതെ, പരമ്പരയായി പഠിപ്പിക്കുന്നതാണ്. വാമൊഴി കൈമാറി വരുന്നതാണ്. അതുകൊണ്ട് ഉള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ അടുത്ത സമൂഹം, അച്ഛൻ മക്കളൊക്കെ തലമുറകളായിട്ട് ഇതില് നാടൻ പാട്ടുകളുടെയും ഇത്തരം അനുഷ്ഠാന ഗാനങ്ങളുടെയും ഒക്കെ പ്രശ്നം എന്താന്ന് വെച്ചാൽ സ്വീകരിക്കുന്ന ആളുകൾ കുറഞ്ഞു വരികയാണ്. നമ്മൾ രണ്ട് തരത്തിലാണ് അതിനെ പറയുക. ഒന്ന് ആവേദകർ, കൊടുക്കുന്നവര്, മറ്റൊന്ന് സ്വീകർത്താക്കൾ, സ്വീകരിക്കുന്നവര്. ആവേദകരും കുറഞ്ഞു വരുന്നു, സ്വീകർത്താക്കളും കുറഞ്ഞു വരുന്നു. അപ്പൊ എന്തുണ്ടാവുന്നു? ഒരു വിടവ് അവിടെ ഉണ്ടാകുന്നു. അതാണ് ഈ ഫോക്ലോറിസ്റ്റിനെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. ഈ ആവേദകരിൽ കുറഞ്ഞു വരുന്നതിന് ഒരു പ്രധാന കാരണമുണ്ട്. പക്ഷേ ഗോത്രങ്ങളായി ജീവിച്ചിരുന്ന ആളുകൾ അല്ലെങ്കിൽ ജാതീയമായ ചില വ്യവസ്ഥകൾക്കുള്ളിൽ നിന്നുകൊണ്ട്, സാമൂഹ്യമായ ചില വ്യവസ്ഥകൾക്കുള്ളിൽ നിന്നുകൊണ്ട് ജീവിച്ചിരുന്ന മനുഷ്യര് അതിൽ നിന്നെല്ലാം വേണമെങ്കിൽ മോചിതരായിട്ട് എല്ലാവരും ഒന്നുപോലെ, ഇപ്പൊ മാവേലി നമ്മൾ ഓണത്തിന്റെ സമയത്താണ് സംസാരിക്കുന്നത്, എല്ലാവരും ഒന്നുപോലെയുള്ള ഒരു കാലത്ത് അത്
പിന്നെ പണ്ടാണെങ്കിൽ ചില വിഭാഗങ്ങൾക്ക് വസ്ത്രധാരണം ഇന്ന രീതിയിലേ ആകാവൂ എന്നൊക്കെ മാറിയിട്ട് നമ്മളെല്ലാവരും ഒരേപോലെ എല്ലാ മലയാളിയും ഒരുപോലെ വസ്ത്രം ധരിക്കുന്നു. ഇങ്ങനെ മാറിയ സമയത്ത് ആയിരിക്കില്ലേ ആളുകൾ ഇതൊന്നും വിട്ടുപോരാൻ വേണ്ടിയുള്ള കാരണം അങ്ങനെ സൈക്കോളജിക്കലായിട്ട് ചില കാരണങ്ങളുണ്ടാവാം. അതില് ആ ഒരു വിഷയം മാഷ് പറഞ്ഞത് ശരിയാണ്. പക്ഷെ ഞാൻ അതല്ല പറയുന്നത്. ഈ സമൂഹത്തിൽ തന്നെ അവർക്ക് ഈ ആവേദകർക്കോ അല്ലെങ്കിൽ സ്വീകർത്താക്കൾക്കോ വിശ്വാസമില്ലാത്ത ഒന്നിനെ ആവേദകർ കൊടുക്കുകയോ സ്വീകർത്താക്കൾ സ്വീകരിക്കുകയോ ചെയ്യുന്നത് അതാണ് പരമ്പര എന്ന് പറയുന്നത്. അതിന്റെ കണ്ണികൾ മുറിഞ്ഞു കഴിഞ്ഞാൽ ഈ അറിവുകൾ വെറും ഒരു നാടൻപാട്ടിന്റെ കാര്യം മാത്രമല്ല നമ്മൾ പറയുന്നത്, അറിവുകൾ. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. മണ്ണാന്മാരെ പറ്റി ഒരു പുസ്തകം ഞാൻ ഈ അടുത്ത കാലത്ത് എഴുതി. മധ്യ കേരളത്തിലെ മണ്ണാൻ, അതില് അവര് ബാലചികിത്സകരാണ്. ഈ ബാലചികിത്സകരെ പോലെ തന്നെ അവര് ഒരു വിഷയം പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. നമ്മുടെ നെൽകൃഷിക്കൊക്കെ ചാഴിക്കേട് ഉണ്ടാവുമ്പോൾ ഞങ്ങൾ ഒരു പിടി നെൽച്ചെടി കൂട്ടിക്കെട്ടി ഞങ്ങൾ മന്ത്രിച്ചൂതിയിരുന്നു, ചാഴിക്കേട് പോയിരുന്നു. ഞാൻ ആലോചിച്ചു, സത്യത്തിൽ ഈ ഒരു അറിവ് എത്ര മഹത്തരമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഈ വിഷം തളിച്ച് ചെടിയെ തന്നെ അതുകൊണ്ടുണ്ടാവുന്ന ദുരിതങ്ങൾ എത്ര മാറി. അപ്പൊ ഈ അറിവുകൾ പോയി കഴിഞ്ഞാൽ കുറേ നാശങ്ങൾ ഇതിന് സംഭവിക്കുന്നുണ്ട്. പുതിയ പുതിയ അറിവുകൾ കൂട്ടിച്ചേർക്കുമ്പോൾ സമൂഹത്തിന് ഗുണകരമാവാം, ദോഷകരമാവാം. എന്തായാലും നാടൻ പാട്ടുകളുടെ കാര്യത്തിൽ വളരെ വിശാലമായൊരു ലോകമാണുള്ളത്. അതിനെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമുള്ളൂ, അതിൻ്റെ വിശേഷങ്ങൾ. നമ്മൾ ഒരാളെ പറ്റി പറയുമ്പോൾ അയാളുടെ ലക്ഷണങ്ങൾ പറഞ്ഞിട്ടാണല്ലോ പറയുക. അയാൾക്ക് ഇന്ന ഇതായിരിക്കും, അയാളെ നടത്തത്തിലൊരു ചെരിവുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരെ നമ്മൾ കാണുന്നില്ല. അതേപോലെ എങ്ങനെ നാടൻ പാട്ടിനെ തിരിച്ചറിയുമെന്ന് ചോദിച്ചാൽ ചില വിശേഷങ്ങൾ ഈ ഫോക്ലോർ ഗ്രന്ഥങ്ങളിലൊക്കെ ഉണ്ട്. അതിലൊന്ന് അജ്ഞാത കർത്തൃകം എന്നാണ്. അജ്ഞാത കർത്തൃകം എന്ന് പറഞ്ഞാൽ ആരാ എഴുതിയതെന്ന് അറിയില്ല. ഉദാഹരണത്തിന് നമ്മുടെ സാഹിത്യത്തിൽ ഓമനത്തിങ്കൾക്കിടാവോ ഇരയിമ്മൻ തമ്പിയാണെന്നറിയാം. അതിൽ നമ്മളൊരു മാറ്റം വരുത്തുന്നില്ല. പക്ഷേ ഇപ്പം മാഷ് പാടിയ പാട്ടോ ഞാൻ പാടിയ പാട്ടോ ആരെഴുതി അറിയോ? അറിയില്ല. അതൊരു സമൂഹത്തിന്റെ പാട്ടാണ്. ചിലപ്പോൾ അതിലെ വരികൾ കൂട്ടിച്ചേർത്തിട്ടുണ്ടാവും, അവരുടെ ഒരു സംസ്കാരം. അതുകൊണ്ടാണ് ഇതിനെ അജ്ഞാത കർത്തൃകം എന്ന് പറയുന്നത്. എന്തായാലും നമുക്കേ ഏറെ നേരം ഇരുന്ന് സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. അതെ, ഏറെ നേരമല്ല, ചിലപ്പോൾ ദിവസങ്ങളെടുത്ത്. കാരണം നമ്മൾ പറഞ്ഞ പോലെ വേഷവിധാനവും വസ്ത്രവും ആചാരവും ഭക്ഷണവും മറ്റെല്ലാ കലകളും പാട്ടും എല്ലാം ഉൾക്കൊള്ളുന്നതായതുകൊണ്ട് ഓരോന്നും എടുത്ത് വേണമെങ്കിൽ ഓരോ ദിവസങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയും. നമുക്ക് ചുരുക്കത്തിൽ എനിക്ക് തോന്നുന്നത് നമുക്ക് പറയാവുന്ന ഒരു കാര്യം, ഈ പരിണാമത്തിന്റെ എല്ലാ സാധ്യതകളെയും ഏറ്റവും നന്നായി ഉപയോഗിക്കുവാനും ഫോക്ക് മേഖല പര്യാപ്തമാകേണ്ടതുണ്ട്, പ്രാപ്തമാകേണ്ടതുണ്ട്. അതെ, അതിന് ചില കാര്യങ്ങളില് ഒരു ഇത് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ഇത് എൻ്റെ പ്രത്യേകമായ വീക്ഷണമാണ്. ഗാന്ധിജി ഈ ജാതി സമൂഹങ്ങളെ താഴ്ന്ന അവരിലാണ് ഏറ്റവും വലിയ സംസ്കാരമുള്ളത്. ഞാൻ പരിശോധിച്ചതിൽ ഏറ്റവും വലിയ സംസ്കാര സമ്പന്നർ എന്ന് പറയുന്നത് ഈ താഴ്ന്ന നിമ്ന സമൂഹങ്ങളാണ്. അവരിലൊക്കെ വളരെ വലിയ ഉയർന്ന സംസ്കാരങ്ങളുണ്ട്. ജനാധിപത്യത്തിൻ്റെ തന്നെ ഉണ്ട്. ഒരു സമൂഹത്തെ പറ്റി പറഞ്ഞപ്പോൾ എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ അവരെല്ലാ വീട്ടുകളിലും റെപ്രസെൻറ്റേറ്റീവ് കൂടിയിരുന്ന് തീരുമാനിക്കുക. അപ്പം അത്തരം കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ ഇതിലെന്ത് പ്രശ്നം വരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അറിവുകൾ നഷ്ടപ്പെടുന്നു. പിന്നെ അതിൽ നമ്മൾ പൊതുസമൂഹം അതിനെ മോശമായി കാണുന്നു. ഈ നിമ്ന സമൂഹം എന്ന് പറയുന്ന ഒരാളോട് ജാതി ചോദിക്കരുത്, പറയരുത് എന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞപ്പോൾ അതിൻ്റെ ആ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കൊണ്ടാണ് ഇതായത് നമ്മൾ അവരെ താഴ്ന്നവരായി കാണുന്നു ഒരു പൊതുസമൂഹം. അത് ശരിയല്ല എന്നാണ് ഞാൻ പറയുക. അതിനെന്താണ് പരിഹാരം എന്ന് ചോദിച്ചാൽ ഒറ്റൊന്നേ ഉള്ളൂ. എനിക്ക് അഭിമാനകരമായൊരു പാരമ്പര്യമുണ്ടെന്ന് അതിൽ ഓരോ വ്യക്തിയും തിരിച്ചറിയണം. ആ സംസ്കാരത്തെ പൊതുസമൂഹം ആദരിക്കുകയും വേണം. ഇത് രണ്ടും കൂടി ചേർന്നാലേ ഇത് നിലനിൽക്കുള്ളൂ. നമുക്ക് കുറെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ കഴിഞ്ഞു. സമയത്തിന്റെ പരിമിതി കൊണ്ട് അവസാനിപ്പിക്കാൻ തോന്നുന്നു. എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു ആളുകളെ സംബന്ധിച്ചിടത്തോളം വിശകലന ശേഷിയുള്ള ഒരു ജനത ഏറ്റവും കൂടുതലുള്ള കാലമാണിത്. കാര്യങ്ങൾ വേർതിരിച്ചറിയാനും
അത്തരത്തിലൊരു വിലയിരുത്തട്ടെ. നമുക്ക് ഒറ്റ കാര്യം നമുക്ക് പറയാം, മാവേലി നാട് ഏറ്റവും സമൃദ്ധമായ സ്നേഹസമ്പന്നമായ ഒരു നാടുണ്ടാവട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നന്ദി.